ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വീടിൻ്റെ അടിത്തറ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. പ്രധാനമായും 3 രീതിയിലാണ് കേരളത്തിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ കോളം ആൻഡ് ഫൂട്ടിംഗ്, പ്ലിന്ത് ബീം ഫൗണ്ടേഷൻ, കരിങ്കൽ ഫൗണ്ടേഷൻ, ചെങ്കൽ അഥവാ വെട്ടുകൾ ഉപയോഗിച്ചുള്ള ഫൗണ്ടേഷൻ. ഇവയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി കോളം ആൻഡ് ഫൂട്ടിംഗ് എന്താണെന്ന് നോക്കാം. തൂണുകൾ വാർത്ത് പ്ലിന്ത് ബീം കെട്ടി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന രീതിയാണിത്. വിശദമായി പറയുകയാണെങ്കിൽ, കെട്ടിടത്തിൻ്റെ പ്രധാന തൂണുകളിൽ നിന്നുള്ള ഭാരം മണ്ണിലേക്ക് തുല്യമായി വ്യാപിപ്പിച്ചു നൽകുന്ന തൂണിൻ്റെ ചുവട്ടിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന അടിത്തറയാണ് കോളം ഫൂട്ടിംഗ്. ഇത് തൂണുകൾക്ക് ഉറപ്പും സ്ഥിരതയും നൽകുന്നു. കെട്ടിടം മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നതിനെ തടയുകയും ചെയ്യുന്നു. തൂണുകളെ പ്ലിന്ത് ബീം ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് ഫൗണ്ടേഷൻ പൂർണ്ണമാക്കുന്നു. ഇങ്ങനത്തെ ഫൗണ്ടേഷൻ വെള്ളം കയറുന്നതോ മണ്ണിൻ്റെ സ്ട്രെങ്ത് കുറവുള്ളതോ അല്ലെങ്കിൽ ലോഡ് കൂടുതലുള്ള വീടുകൾക്കാണ് ചെയ്യുന്നത്. ഇത് താരതമ്യേന ചെലവ് കൂടുതലുള്ള ഫൗണ്ടേഷൻ രീതിയാണ്. അടുത്തതായി കരിങ്കല്ല് ഉപയോഗിച്ചുള്ള ഫൗണ്ടേഷൻ. കരിങ്കല്ല് അഥവാ റാൻഡം റെബിൾ. മേസൺ ഫൗണ്ടേഷൻ എന്നത് കെട്ടിടങ്ങൾക്ക് അടിത്തറയിടാൻ സ്വാഭാവിക കല്ലുകൾ ഉപയോഗിക്കുന്ന വളരെ ശക്തവും മോടിയുള്ളതുമായ ഒരു പരമ്പരാഗത രീതിയാണ്. സിമൻറ്റും മണലും മിശ്രിതമായി ഉപയോഗിച്ച് ക്രമരഹിതമായ ആകൃതിയിലുള്ള കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിക്കുന്ന ഇത് കാലാവസ്ഥയെ അതിജീവിക്കാൻ കെൽപ്പുള്ളതുമായ ഒരു പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ സാങ്കേതിക വിദ്യയാണ്. പ്രധാനമായും പരുക്കൻ കല്ലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കേരളത്തിലെ മണ്ണിലും കാലാവസ്ഥയിലും വീടുകൾക്കും മറ്റ് ചെറിയ കെട്ടിടങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ അടിത്തറ രീതിയായി റാൻഡം റെബിൾ ഫൗണ്ടേഷൻ കണക്കാക്കപ്പെടുന്നു. അടുത്തതായി ചെങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ഈട് നിൽക്കുന്നതും പരിസ്ഥിതി സൗഹൃദവുമായ അടിത്തറ നിർമ്മാണ രീതിയാണ് ലാറ്ററൈറ്റ് ഫൗണ്ടേഷൻ. പ്രാദേശികമായി ലഭിക്കുന്ന ഈ കല്ലുകൾ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ കൂടുതൽ ദൃഢത കൈവരിക്കുന്നു. കുറഞ്ഞ ഊർജ ഉപയോഗം, താപനിയന്ത്രണം, ഈടുനിൽപ്പ് എന്നിവ ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ്. കേരളത്തിൽ സുലഭമായതിനാൽ ഗതാഗതം എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ രീതിയാണ് ഇത്. വീട് പണിയുമ്പോൾ മണ്ണിൻ്റെ ഉറപ്പ് അനുസരിച്ച് ആവശ്യമായ ബേസ്മെൻറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.